അതാണോ പുറത്താണോ? പോയതാണോ? ഇവിടെ തിരക്കി ഓടിയത് ഇറ്റത്ത് തിരക്കി ഓടിയത്. ഹലോ ഹലോ ബ്രോ. ഹലോ 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 ബ്രോ. ഹലോ ഹലോ ബ്രോ, പേരെന്താ? എന്റെ പേര് ബിലാൽ. ബ്രോ ഗാങ് ഫാമിലി ആണോ? ബ്രോ ഫാമിലി ആണോ? ബ്രോ ഒന്ന് പുറത്തിറങ്ങി ബ്രോ. ഒരു മിനിറ്റ് ബ്രോ. ഒന്ന് പുറത്തിറങ്ങാം ബ്രോ, ഒന്ന് പുറത്തിറങ്ങാം. ഓ വണ്ടിയൊക്കെ ബ്രോ ഒരു ചെറിയ ഒരു ഇവന്റിന്റെ പരിപാടി നിൽക്കാണ്. എന്താ ബ്രോ വേണ്ടി? നമ്മുടെ ഇവന്റിന് ഇതായിരുന്നു. ആണോ? ബ്രോ നമ്മള് കേക്കാണ്ടോ? അവര് അഡ്മിന്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. നമ്മുടെ ഇവിടെ നമുക്ക് ബിലാലുണ്ട്. പുറത്താണോ? ഹലോ ഹലോ ആരെയൊക്കെ കണ്ടോ അവന്മാരെ? ഹലോ ഹലോ ഹലോ. അപ്പൊ അവന് അഡ്മിൻസിന് പുറത്ത് സംസാരിക്കുന്നു. ഹലോ 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 ഹലോ. അവൻ പുറത്താവുന്നു. 11 ഡ്രാഗ് ആക്കും. പയ്യൻ പുറത്ത് വീശി മച്ചനെ നമ്മളിവിടെ സംസാരിക്കണേ മച്ചനെ, പുറത്തൊക്കെ പിന്നെ അവൻ ദൈവത്തിനോട് സംസാരിക്കാന്നാണ് പറഞ്ഞത്. അറിഞ്ഞൂടാ. ആണോ? എന്തുട്ടാ ട്രിഗർ ആവുമ്പോ ഒന്ന് റേഡിയോ പറയണേ, ഞാനും വരാം. എന്റെ വണ്ടിയാണോ? അപ്പൊ കുഴപ്പമില്ല. അപ്പൊ പിന്നെ നമ്മുടെ വണ്ടി നമുക്ക് എടുക്കണ ഒരു തീരില്ല. ഹലോ ബ്രോ. ഹലോ നമ്മളെന്തിനാ നോക്കേണ്ട ആവശ്യമുള്ളു? എന്താണ് ഈ ബ്രോ കാണിക്കുന്നത്? ഇവിടെ ആൾക്കാർ നിൽക്കുമ്പോൾ സാത്താൻ തന്റെ വണ്ടിയല്ലേ? ഓ എന്റെ ഉണ്ട്. ഞാൻ ഇവന്റെ POV ഒന്നും ആവശ്യം വരും. കോൾ കൊടുക്കാൻ പോയതായിരുന്നു. അല്ല, അവൻ പറഞ്ഞത് അഡ്മിനോട് അഡ്മിനോട് സംസാരിക്കാന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. എനിക്ക് തോന്നുന്നില്ല. കള്ളനാണോ ബ്രോ? കള്ളനാണോ? കള്ളന്മാരെയൊക്കെ നമുക്ക് ഇങ്ങനെ തുണിയില്ല. അതെ, ഇത് നമ്മുടെ വണ്ടിയാണ് ബ്രോ. എന്തിനാ ഇതിൽ കേറിക്കേണ്ട ആവശ്യമുള്ളത്? സാത്താനാ വണ്ടി എടുത്തിട്ട് വാ. നമ്മുടെ വണ്ടി നിനക്ക് ധൈര്യം വണ്ടി എടുത്തതിന് കക്കൂസ് കഴിക്കും. വോട്ടിങ് തുണി കാരണം നിന്റെ കൂടെയുള്ള ചേട്ടാ വണ്ടി കുത്തി കള്ളൻ. പിന്നെ കള്ളന്ന് ലീഡറിനെ വരണായിരുന്നു. അത് കൊരയ്ക്കോ ബ്രോ? ഹെൽമെറ്റ് അതെങ്ങനെയായിട്ട് ഷോ പീസ് ആയിട്ട് എടുത്തേക്കണാണ് അതിനെ? വേറെ സാഗര എല്ലായിടത്തും വേറെ പുറത്തുള്ള അങ്ങനത്തെ ഒന്നും സംസാരിക്കാൻ നിൽക്കരുത്. ജസ്റ്റ് പറഞ്ഞു. കാട്ടാന ശരിക്കുള്ള പേരെന്താ? കാട്ടാനെ ബിലാലെന്ന് പറഞ്ഞു. കുറച്ച് കാട്ടാനെന്നൊക്കെ പറഞ്ഞു. ബ്രോ മറ്റേ ഊമയാണോ ബ്രോ? എന്താ സംസാരിക്കാതെ? പറയുന്ന കേൾക്കാല്ലോ.
ആണുങ്ങള് നേരെ നിൽക്കുമ്പോ കൊണക്കാൻ വന്നതിന്റെ കൂതിയ വെടിച്ചെത്തിയാണ് റീഞ്ഞ് കേട്ടാ. ഞാൻ ആരാന്നറിയാൻ കുറച്ചു കാലം പുറകിലുള്ള ആൾക്കാർ ചോദിച്ചേ എന്നെ തിരിച്ചു പറഞ്ഞു നീ എന്നാ പറഞ്ഞത് അയ്യടാ പോടാ മൊണ്ണ ഇറങ്ങി നിന്റെ ലീഡർ പറ്റിയാണ് ലീഡറിനെ പറ്റിയാണ് ഇവിടെ ഹോസ്റ്റേജ് എടുത്ത് വന്നിട്ടുള്ളത് ലീഡറിന് മാത്രം സംസാരിക്കാനല്ല. ഇവിടെ മെമ്പേഴ്സ് സംസാരിക്കാൻ എനിക്ക് കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ചോദിക്കുന്നതിന് മാത്രം മര്യാദക്ക് മറുപടി പേടി കാണിച്ച് മര്യാദ നിനക്കെന്നെ തലച്ചോറില്ല ചിന്തിക്കാനുള്ള അറിവില്ലേ? അത് ഊരി വെച്ചിട്ടാണ് പ്രോഗ്രാം പേടി വരുമ്പോ അത് മാത്രം അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ലീഡറിനല്ലേ കോലീഡറിനെടുത്താൽ ട്രേഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ട്രേഡിങ് എന്ന് പറഞ്ഞാൽ ഇന്ന ആളെ എടുക്കാൻ പറ്റില്ല. അവർക്ക് ഇഷ്ടമുള്ള ഒരാളെ ട്രേഡ് ആക്കി തരും. അത്രേ ഉള്ളൂ. ഒരാൾ സംസാരിക്കും തിരിച്ചു പറയാൻ പറഞ്ഞപ്പോ ഞാൻ തിരിച്ചു പറഞ്ഞു. എടാ തിരിച്ചു പറയാൻ പറഞ്ഞ കൊണക്കലല്ല ബ്രോ. എടാ തിരിച്ചു പറയാന്ന് പറഞ്ഞ കൊണക്കലല്ല. അത് ആദ്യം മനസ്സിലാക്കി. ഈ ഹോസ്റ്റേജ് ആണ്. അപ്പൊ അതിന്റെ പേടി. നിന്നോടൊരു കാര്യം ഇപ്പോഴും പറയാം. ഇത് നിന്റെ മറ്റേ തല പോവാത്ത കേസല്ല, ഇത് തല പോണ കേസാ. മനസ്സിലായി? നിന്റെ തല പോകും. പേടിച്ചോണം നീ. കൊണ വേണ്ട. ഇവിടെ ഹോസ്റ്റേജ് മനസ്സിലല്ലേ? അപ്പൊ ആ കൊണ അല്ലാണ്ട് വർത്താനം പറഞ്ഞത് മര്യാദ വർത്താനം പറഞ്ഞു. തിരിച്ചു വർത്താനം പറഞ്ഞു. അവനോട് ഹെൽമെറ്റ് ഇട്ടോളാൻ പറ. അല്ല ഇനിവൻ കൊണച്ചതിനെ കൊന്നിട്ട് ബാക്കി പുറത്തു നോക്കാം. ആരെങ്കിലും ഫയർ അറിയാൻ പോയി കഴിഞ്ഞാൽ എടാ അത് കൊല്ലാനല്ല, അറിയാണ്ട് വെടി കൊണ്ടു കഴിഞ്ഞാൽ വരിക്കാനാ. നിന്റെ കൂടെ കുനിഞ്ഞൊന്ന് ശീലം ഉണ്ടെന്ന് കണ്ടിട്ടുണ്ട്. നീ ഒന്ന് കുനിഞ്ഞു തല തിരിച്ച് കുനിഞ്ഞെന്ന് നോക്ക് കാണും. മണ്ട കയറി നിൽക്കാനല്ല തലപോണ കേസാണ് മോനെ, തലപോണ കേസാണ്. മര്യാദ ചെയ്തോണം, ഇല്ലെങ്കിൽ തലപോണ കേസാണ്. മറ്റേ ബോസ് ഇല്ലേ? മറ്റേ ബോസ് ഇല്ല കുഞ്ഞിരിക്കുന്ന മറ്റേ ബോസ്. അടാ സ്പൈഡർമാൻ ബോസ് ഇടാൻ പറ. സ്പൈഡർമാൻ ബോസ് ഇടാം. കുറച്ച് കഴിഞ്ഞ് ആക്രാന്തം പിടിക്കല്ലേ, ഇപ്പൊ തുടക്കല്ല. കുറച്ച് കഴിഞ്ഞ് നീ ഒന്ന് കുനിഞ്ഞു തന്നെ അവിടെ. ഞാൻ നടുക്കോട്ട് അവിടെ നിന്ന് കുനിഞ്ഞു തന്നെ. എങ്ങനെയാന്ന് അറിയത്തില്ലേ നിന്റെ അപ്പാപ്പൻ കുനിഞ്ഞോ? നിന്റെ ശീലം ഉണ്ടാവും. പഠിപ്പിച്ചു തന്നിട്ടില്ലേ? ട്രെയിനിങ് കഴിഞ്ഞല്ലേ അതിന്റെ ജോണിയോ അവര് റേഡിയോ കണക്ട് ചെയ്യാൻ പറഞ്ഞു. 6 ഞാൻ ഇപ്പൊ തന്നെ അത് കഴിഞ്ഞ് ചെയ്താ പോരെ? വിശ്വാസം. അവിടെ 2 മിനിറ്റ് കാണണം. നിക്കണം എങ്ങോട്ട് എഴുന്നേറ്റ് കുഞ്ഞാലോ ശീലം. അല്ല എടാ അങ്ങോട്ട് ഇരുന്നിരിക്കും. മറ്റേ കക്കൂസിന്റെ അങ്ങോട്ട് ഇരുന്നിരിക്കും. കക്കൂസിന് ഫേസ് ചെയ്യും. തല അത്തോട്ട് പോട്ടെ. ഞാൻ ഒരു വട്ടം പറഞ്ഞു. നിങ്ങൾ പിന്നെ ഈ റേഡിയോയിലല്ലേ? അതിലൊന്നും പറയാൻ നിക്കണ്ട. ഞാൻ നിർത്താൻ പറഞ്ഞാൽ എന്താ കൊച്ചിന് എന്ത് കിണ്ടി തക്കുസി തലയിടാൻ പറഞ്ഞ എന്ത് കിണ്ടി റൂളിൽ പറഞ്ഞ മനസ്സിലായില്ലേ നിനക്ക്? ഈ ബാഗിൽ സാധനം വെക്കാം. ഞാൻ തുറന്നുതരാം ബാഗ് ഒരു മിനിറ്റ്.
മച്ചാനെ നിന്റെ എളിയ തല താഴത്തേക്ക് വെച്ച് ബ്രോ ഇതിന്റെ അകത്ത് ഒരു ഡ്രസ് ഉണ്ടാവും നിർത്തിട്ട് നീ എന്റെ എളിയ തല മാസ്കൊക്കെ മാറ്റിയാ ബ്രോ അല്ലാണ്ട് ചില നട്ടില്ലാത്ത ഗാങ്ങിനെ പോലെ ലീഡറിന് മറ്റേ ഇതെടുത്തിട്ട് മറ്റേ സേഫ് സോണിൽ ഓടി പോവില്ല. മാറ്റിയാ തമ്പി. ബ്രോ ഹലോ കട്ടാന ബ്രോ ഈ ബാഗിന്റെ അന്ന് ആ ഡ്രസ് നിർത്തിടൂ. ഇതിന്റെ അന്ന് ആ ഡ്രസ് എടുത്തിടൂ. ഫുൾ ഇറണേ ബ്രോ. ഇത് പെട്ടെന്ന് കാണുമ്പോ അപ്പാപ്പനെ വിചാരിക്കില്ല ഈ സാധനം. ബ്രോ ഒന്ന് വിളിക്കുന്ന എന്തിനാ മാറിയില്ലേ ഇടണുള്ളൂ വെള്ള ചട്ടി. ആ ഇപ്പൊ ശരി ഇനി ഇതിന്റെ അകത്തൊന്നും കട്ടെടുക്കുന്ന നീ ഇനി കുരിഞ്ഞു നിന്നോളൂ. കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് മറ്റേ കക്കൂസ് ഐ നിന്റെ ചെറിയ നിർബം കുഴിച്ചങ്ങ് നിർത്തുക. ഐ എളിയ തല അങ്ങ് വെക്കാ. കാട്ടാനെ കേക്കണ്ടോ നീ? ആ കൂളിംഗ് ഗ്ലാസ് ഏത് കാട്ടിലെ ആനയാണ്? കണ്ണടയും കൂടി മാറ്റി കക്കൂസ് വരുമ്പോ വലിയ ഇത് ലുക്ക് വേണം. ആരെങ്കിലും തിരിയോ അതോ വല്ലോ കേറിയോ? ഞാൻ ഒരു കാര്യം പറയാം. മക്കളെ ചോദിക്കുന്ന ഉത്തരം തന്നില്ലെങ്കിൽ അതിന്റേതായ സമയം കൂടി അല്ല ഓക്കെ അവന്റെ വിചാരം മറ്റേ റിപ്ലൈ പറഞ്ഞ കൊണക്കാണ് അതാണ് മറുപടി കൊണക്കലല്ല ചോദിക്കുന്നതിന് പ്രോപ്പറായിട്ട് മറുപടി പറയാം. ഓൾറെഡി നമ്മൾ ഒരു പ്രാവശ്യം പറഞ്ഞ് ഇനിയിപ്പോ നമുക്ക് സമയം റീസെറ്റ് ചെയ്താൽ മതി. ഇവ റിപ്ലൈ ആണെങ്കിലും നമുക്ക് സമയം റീസെറ്റ് ചെയ്താൽ മതി. അത് അല്ല സാർ അനൗൺസ്മെന്റ് ഒന്നല്ലോ എത്രത്തോളം ഇങ്ങനെ നീണ്ടോണ്ടിരിക്കും ടൈം. ഐ തമ്പി കുനിഞ്ഞങ്ങ് നിക്ക. നിന്റെ തലയങ്ങ് താത്തുക. നിന്റെ എളിയ തല താത്തി കുനിഞ്ഞങ്ങ് നിക്ക തമ്പി. ഹലോ മക്കളെ വന്നല്ലോടെ. ഗുഡ് ബൈ ട്രീറ്റ് ആണോ? ഓ പ്രീതം വേണ്ട അവൻ അതിന്റെ ശ്വാസം കൊടുക്കാൻ പറ്റുന്നുണ്ടോ? നമുക്ക് FRP പറയുന്നത് വിളിക്കേണ്ട ആവശ്യമില്ല. ഹലോ നമുക്കൊരു ഹെൽപ്പ് വന്നിട്ടുണ്ടായിരുന്നു. അഡ്വാൻസ് സിറ്റുവേഷൻ ബ്രോ അൺവാണ്ടഡ് സിറ്റുവേഷൻ ഇല്ല. POV ചെക്ക് ചെയ്യുക. അതായത് നമ്മുടെ ഗാങ് മെമ്പറിന്റെ വണ്ടി എടുക്കാൻ നോക്കിയപ്പോഴാണ് എടുത്തിട്ട് വണ്ടി കയറിയപ്പോഴാണ് നമ്മള് ഇതൊക്കെ ഉള്ളത് കിച്ചന്റെ അവനോട് വണ്ടി വിസിയിലൊന്ന് വരുമോ നമുക്ക് വെരിഫൈ ചെയ്യാൻ വേണ്ടി. ഈ സമയം കൂട്ടത്തില്ല കേട്ടോ. അല്ല ഞാൻ പറഞ്ഞത് BC പോണ സമയം കൂട്ടാതിരുന്നാൽ മതി. അത് മാത്രല്ല ഓൾറെഡി അവൻ ഒരു മിനിറ്റ് എന്നെ കൊണ്ട് മൊത്തം ഒന്ന് പറയാൻ പറയട്ടെ. അതായത് നമ്മൾ POV വെരിഫൈ ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ഇത് പോസ് ചെയ്യും സിറ്റുവേഷൻ. എന്നെ കൊണ്ടൊന്ന് പറയാൻ സമ്മതിക്കും. അതായത് ഇതിനു മുമ്പേ നമ്മൾ അങ്ങനെ തന്നെയല്ലേ ചെയ്തേക്കുന്നത്. അതാണ് റൂൾ. കാണിക്കാം. POV ചെക്ക്